നല്ല പഴുത്ത പപ്പായ കിട്ടി. പറിച്ചപ്പോൾ നന്നായിട്ട് ഉടഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് വെറുതെ കളയേണ്ട ആവശ്യമില്ല. മുഖത്തെ കരിവാളിപ്പെല്ലാം മാറ്റാൻ, നല്ല മുഖസൗന്ദര്യത്തിന്, മുഖം തിളക്കം കൂട്ടാനല്ല ഒരു ഒറ്റമൂലിയായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലെ കൈക്കും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. നല്ല കൈയും മുഖമെല്ലാം നന്നായിട്ട് തിളങ്ങാൻ ഇതുപോലെ തേച്ച് പിടിപ്പിച്ചാൽ മതി. ഇതിൻ്റെ എല്ലാ ഭാഗവും ഉപയോഗിക്കാം, കുരുമാറ്റിയിട്ട്. കൈക്ക് മുഴുവനായിട്ടും ഇതേപോലെ തന്നെ മുഖത്തിനും പുരട്ടുമ്പോൾ ഇതുപോലെ പുരട്ടണം. താഴോട്ടേക്ക് ആക്കാൻ പാടില്ല, കവിള് തൂങ്ങും. കണ്ണിനൊന്നും ആകാതെ. ഇത് വൈദ്യുതി പണം കൊടുക്കാൻ പോയ പോലെ ഒരു സാധനം ഞാൻ കളയാറില്ല. പരമാവധി എന്തെങ്കിലും തരത്തിൽ ഉപയോഗിക്കാൻ നോക്കും. കഴിക്കാൻ വേണ്ടി പറിച്ചതായിരുന്നു. അപ്പോൾ ഈ രൂപത്തിലായിരുന്നു. ഇത് കഴിക്കാൻ പറ്റില്ലല്ലോ. ഈ വെയിൽ കണ്ടിട്ടുള്ള കരിവാളിപ്പിനാണ് ഉത്തമമായത്. നമുക്ക് ആറുന്നതിനനുസരിച്ച് പുരട്ടിക്കെടുക്കാം. അതുപോലെ തന്നെ കഴുത്തിനെ എനിക്കിപ്പോൾ പുരട്ടുന്നില്ല. കഴുത്തിനും കൂടി പുരട്ടുന്നുണ്ട്. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് കഴിയും ആറുന്നേരം. ആറുന്നതിനനുസരിച്ച് 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഇത് കുറച്ച് ഉണങ്ങുന്നുണ്ട്. ആ സമയം ഞാൻ വീണ്ടും തടവി കൊടുക്കലാണ് മുകളിലേക്ക്. ഏകദേശം കഴുത്തിനെല്ലാം ആയി, ഏകദേശം പെരുങ്ങി. അതുകൊണ്ട് എല്ലാവരും ആക്കിയേക്കാം. ഒരാൾക്കും കൂടി പുരട്ടാൻ മാത്രമുണ്ട്. നമുക്ക് ഉണങ്ങുമ്പം കഴുകിക്കളയാം. ഇനി നമുക്ക് മുഖം കഴുകിക്കളയാം. നന്നായിട്ട് ആറിയിട്ടുണ്ട്. ഇത് കുളിക്കാനെല്ലാം പോകുന്ന സമയത്താണെങ്കിൽ നല്ലതാണ്. കുളിമുറിയെല്ലാം കഴുകി പിന്നെ എല്ലാം ക്ലീനാക്കി വെള്ളമെല്ലാം എടുത്ത് വെക്കുന്ന സമയമാകുമ്പോഴേക്കും മുഖമെല്ലാം ആറി നമുക്ക് നല്ല സൗകര്യത്തിൽ ചെയ്യാം. ഈ സമയം ഇപ്പം എനിക്ക് ചായയെല്ലാം വെക്കേണ്ടതുകൊണ്ട് ഞാൻ കഴുകിക്കളയലാണ്. പണിക്കാരൊക്കെ ഉണ്ട് കുറച്ച്. മുഖം കഴുകിക്കളഞ്ഞു. മാറ്റം കാണാൻ മാത്രമുണ്ട് കേട്ടോ. കഴുത്തിൻ്റെ ഞാൻ കളഞ്ഞില്ല. വെറുതെ കളയുന്ന ഈ സാധനം ഞാൻ ഉപയോഗിച്ചു, അത്രയേ ഉള്ളൂ. ചുളിവെല്ലാം മാറിക്കിട്ടും. പറ്റുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എളുപ്പത്തിലുള്ള